എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇംഗ്ലീഷിൽ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അറ്റ്, അല്ലേ? അറ്റ് എന്നതിന് പല അർത്ഥങ്ങളുമുണ്ട്. അറ്റ് എന്നത് നമ്മൾ സമയത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ 5 മണിക്ക് എന്ന് പറയാൻ വേണ്ടി അറ്റ് 5 o'clock എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ അറ്റ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറാഠിയിൽ അറ്റ് എന്നർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി യൂസിൽ ഈ ഇവൻറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമയത്തിനെയോ സ്ഥലത്തിനെയോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന അറ്റ് എന്നർത്ഥം വരുന്ന മറാഠി വാക്കുകളും സെൻറ്റൻസസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം, സമയത്തിനെ സൂചിപ്പിക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയണം, എന്താണ് നമുക്ക് പറയേണ്ടത്? ഞങ്ങൾ 2 മണിക്ക് മുംബൈയിൽ എത്തും. വി വിൽ റീച്ച് മുംബൈ അറ്റ് 2 o'clock. ഇത് നമ്മൾ മറാഠിയിൽ എങ്ങനെ പറയും? ആംഹി മുംബൈലാ 2 വാസ്ത പോച്ചു. ആംഹി ഞങ്ങൾ, മുംബൈലാ മുംബൈയിൽ, മുംബൈയുടെ കൂടെ ലാ എന്ന് ചേർത്താൽ മുംബൈയിൽ, 2 വാസ്ത 2 മണിക്ക്. അപ്പോൾ അറ്റ് 2 o'clock 2 മണിക്ക് എന്നതിന് 2 വാസ്ത പോഹച്ചു. പോഹച്ചനെ എന്ന് പറഞ്ഞാൽ എത്തുക, പോഹച്ചു എത്തും എന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂച്ചർ ടെൻസിൽ ഒരു അസംഷനാണ്, നമ്മൾ എത്തും എന്നുള്ളത്. 2 മണിക്ക് ഞങ്ങൾ അവിടെ എത്തും. 2 മണിക്ക് ഞങ്ങൾ മുംബൈയിൽ എത്തും. ആംഹി മുംബൈലാ 2 വാസ്ത പോഹച്ചു. അപ്പോൾ ഇവിടെ അറ്റ്, സമയത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അറ്റ് എന്ന വാക്കിന് വേണ്ടിയിട്ട് വാസ്ത എന്ന വാക്കാണ് മറാഠിയിൽ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി അടുത്തത് സ്ഥലത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് എന്ന് അർത്ഥം വരുന്ന മറാഠി വാക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാലോ? ഈ ട്രെയിൻ പൂനെ സ്റ്റേഷനിൽ നിൽക്കില്ല എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ദിസ് ട്രെയിൻ വിൽ നോട്ട് ഹോൾട്ട് അറ്റ് പൂനെ സ്റ്റേഷൻ എന്ന് പറയാറുണ്ട്. അതിനെ മറാഠിയിൽ എങ്ങനെ പറയാം? ഇവിടെ അറ്റ് എന്നതിന് അർത്ഥം എന്താണ് വരുന്നത്? സ്ഥലത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെ മറാഠിയിൽ പറയാം? ഹി ട്രെയിൻ പുണ്യാല താമ്പണാർ നാഹി. ഹി ട്രെയിൻ, ദിസ് ട്രെയിൻ അല്ലെങ്കിൽ ഈ ട്രെയിൻ എന്ന് പറയാനാണ് ഹി ട്രെയിൻ എന്ന് പറയുന്നത്. പുണ്യാല, അപ്പോൾ പുണെ എന്നുള്ളത് ഒരു സ്റ്റേഷൻ്റെ പേരാണ്, ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. പുണ്യാല എന്ന് പറഞ്ഞാൽ അറ്റ് പൂനെ എന്നാണ് അർത്ഥം, പൂനെയിൽ എന്നാണ് അർത്ഥം. താമ്പണാർ നാഹി, നാഹി നമുക്കറിയാം ഇല്ല എന്നാണ് അർത്ഥം. താമ്പണെ ഒരു ആക്ഷൻ വേർഡാണ്, റൂട്ട് വേർഡാണ്, അതിൻ്റെ അർത്ഥം നിൽക്കുക എന്നാണ്. അപ്പോൾ താമ്പണാർ നാഹി എന്ന് പറഞ്ഞാൽ നിൽക്കില്ല, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഹി ട്രെയിൻ പുണ്യാല താമ്പണാർ നാഹി. ഈ ട്രെയിൻ പൂനെയിൽ നിൽക്കില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പോൾ അറ്റ് പൂനെ, അറ്റ് എന്നത് സ്ഥലത്തിനെ കുറിച്ച് വരുമ്പോൾ ഇവിടെ യൂസേജ് മാറി, കണ്ടോ? ടൈമിനെ കുറിച്ച് വരുമ്പോൾ യൂസേജ് വേറെ തരത്തിലായിരുന്നു. വാസ്ത എന്ന വാക്കാണ് നമ്മളവിടെ അറ്റ് എന്നുള്ള അർത്ഥം സമയത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത്, 2 മണിക്ക് എന്നതിന് വേണ്ടി. ഇവിടെ അറ്റ് എന്നുള്ളത് സ്ഥലത്തിനെ സൂചിപ്പിക്കുന്നതാണ്. അറ്റ് പൂനെ എന്ന് പറയാൻ പുണ്യാല എന്ന വാക്കാണ് ആഡ് ചെയ്തത്. മനസ്സിലായോ? ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ അറ്റ് എന്നത് നമ്മൾ ജോലിയിൽ ആണ്, വീട്ടിൽ ആണ് എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വേർഡാണ്. അതിനെ എങ്ങനെയാണ് മറാഠിയിൽ യൂസ് ചെയ്യുക എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കാം. ഹീ ഈസ് അറ്റ് വർക്ക്. അവൻ ജോലിയിലാണ്. ഹീ ഈസ് അറ്റ് വർക്ക്. ഇതെങ്ങനെ മറാഠിയിൽ പറയാം? തോ കാമാത് ആഹേ. ഹി എന്നതിന് എന്താ പറയുക? അവൻ എന്നതിന് സൂചിപ്പിക്കാൻ തോ എന്ന വാക്കാണ് ഉപയോഗിക്കുക. നമുക്കറിയാം, പ്രോനൗൺസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. വർക്ക് എന്നതിന് മറാഠിയിൽ കാം എന്നാണ് പറയുക. ഓക്കെ, കാം, വർക്ക്, ജോലി. അപ്പോൾ അറ്റ് വർക്ക്, ജോലിയിൽ എന്ന് പറയാൻ കാമാത്ത് എന്ന് വേണം പറയാൻ. ഓക്കെ, ഈസ് അറ്റ് വർക്ക് എന്ന് പറയാൻ കാമാത് ആഹേ, ജോലിയിൽ ആണ്. ഹി ഈസ് അറ്റ് വർക്ക്, അവൻ ജോലിയിൽ ആണ് എന്ന് പറയാൻ തോ കാമാത് ആഹേ എന്ന് വേണം പറയാൻ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ. മലയാളത്തിൽ നമ്മൾ അവൾ വീട്ടിൽ ആണ്
എന്നെങ്ങനെ പറയും ഈ മറാഠിയിൽ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കമൻറ്റിൽ ഇട്ടിട്ട് എന്നോട് പറയൂ കേട്ടോ. കമൻറ്റിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചു തരൂ. ഓക്കെ, ഉത്തരത്തിലേക്ക് എത്താൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? അവൾ വീട്ടിലാണ് എന്നതാണ് നമുക്ക് മറാഠിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അവൾ എന്നതിന് എന്താ പറയാന്നുള്ളത് പ്രൊനൗൺസിൻ്റെ ക്ലാസ്സിൽ വീഡിയോ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോഴേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയാത്തവർ ആ വീഡിയോ ഒന്ന് നോക്കൂ. അവൾ എന്നതിന് വേണ്ടി മറാഠിയിൽ എന്താണ് പറയുക? വീട് എന്നതും എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളത് കവർ ചെയ്തിട്ടില്ലെങ്കിൽ വീട് എന്നതിന് ഘർ എന്നാണ് പറയുക. ഓക്കെ, ബാക്കി നമ്മളിപ്പോൾ പഠിച്ചത് നോക്കിയിട്ട് പറഞ്ഞു നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. അവൻ ജോലിയിലാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, അതുപോലെ തന്നെ അവൾ വീട്ടിലാണ് എന്നത് എങ്ങനെയാണ് പറയേണ്ടത് എന്നൊന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും കമൻറ്റിൽ ഉത്തരം പറഞ്ഞു തരണേ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. അറ്റ് എന്ന വാക്ക് ഡയറക്ഷനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം എൻ്റെ നേരെ എന്ന് പറയാൻ അറ്റ് മീ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ നോക്കൂ. ഹീ ത്രൂ എ സ്റ്റോൺ അറ്റ് മീ. അവൻ ഒരു കല്ല് എൻ്റെ നേരെ എറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ അറ്റ് എന്നർത്ഥം വരുന്ന വാക്കിന് വേണ്ടിയിട്ട് മറാഠിയിൽ എന്താണ് വാക്ക് ഉപയോഗിക്കുക? അതിൻ്റെ എങ്ങനെയാണ് പറയാൻ നോക്കാം. ഹീ ത്രൂ എ സ്റ്റോൺ അറ്റ് മീ. അവൻ എൻ്റെ നേരെ ഒരു കല്ലെറിഞ്ഞു. ത്യാനെ മാജ്യാക്കടെ ദഗഡ് ഫേക്ല എന്ന് പറഞ്ഞാൽ ത്യാനെ എന്ന് പറഞ്ഞാൽ അവനൊരു കാര്യം ചെയ്യുകയാണ് അവിടെ. അതുകൊണ്ട് ത്യാനെ. മാസ അല്ലെങ്കിൽ മാജ്യ എന്ന് പറയുമ്പോൾ എൻ്റെ എന്നാണ് അർത്ഥം വരുന്നത്. മീ ഞാൻ, മാജ്യ എൻ്റെ, മാജ്യ കടേ എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ നേരെ, ദഗഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ കല്ല്, ഫേക്ല എറിഞ്ഞു, ടു ത്രോ. ഓക്കെ, ഫേക്കണേ എന്ന് പറഞ്ഞാൽ ടു ത്രോ, ഫേക്ല എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. ത്രൂ. ഓക്കെ, ഇംഗ്ലീഷിൽ ത്രോ, ത്രൂ, പാസ്റ്റ് ടെൻസ് ത്രൂ. അതുപോലെ ഫേക്കണേ, ഫേക്ല എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ത്യാനെ മാജ്യാക്കടെ ദഗഡ് ഫേക്ല എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ നേരെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കല്ല് എറിഞ്ഞു. അവൻ എൻ്റെ നേരെ കല്ലെറിഞ്ഞു. അപ്പോൾ കണ്ടോ, ഇവിടെ അറ്റ് എന്നുള്ള വാക്ക് എങ്ങനെയാണ് മറാഠിയിൽ യൂസ് ആവുന്നത്? മീനിങ് അനുസരിച്ച്, സന്ദർഭം അനുസരിച്ചിട്ട്. ഇവിടെ ഡയറക്ഷൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ അറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മറാഠിയിൽ കടേ എന്ന വാക്കാണ് യൂസ് ആവുന്നത്. ത്യാനെ മാജ്യ കടേ ദഗഡ് ഫേക്ല. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് മീ. ഓക്കെ, ഇനി അറ്റിൻ്റെ ഉപയോഗം എവിടെയാണ് വരുന്നത്? നമ്മളൊരു റേറ്റ് പറയാൻ നേരത്ത് ഉപയോഗിക്കാറുണ്ട്. അറ്റ് 200 rupees. ഐ ഗോട്ട് ദിസ് ഡ്രസ് അറ്റ് 1000 rupees. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് അറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ അത് മറാഠിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ധാരാളം മാങ്ങ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ആ എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. ഹീ ഈസ് സെല്ലിങ് മാംഗോസ് അറ്റ് ₹200 per dozen എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ അവൻ മാംഗോസ് വിൽക്കുകയാണ്. എത്രയ്ക്ക്? 200 രൂപ ഒരു ഡസൻ എന്ന നിരക്കിന്, അറ്റ് ദ റേറ്റ് എന്ന നിരക്കിന് അയാൾ മാംഗോസ് അല്ലെങ്കിൽ മാങ്ങ വിൽക്കുകയാണ്. ഇതെങ്ങനെ മറാഠിയിൽ പറയാം? തോ 200 रुपये 1 डजन या दराने आंबे विकत आहे. കുറച്ച് നീളത്തിലുള്ള സെൻറ്റൻസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, തോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൻ. ഷേ എന്ന് പറഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത്? 100 എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്പേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണിത്. ഷേ എന്ന വാക്ക് 100നെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏക് ഷേ എന്ന് പറഞ്ഞാൽ 100 അല്ലെങ്കിൽ 100. ദോൻഷേ എന്ന് പറഞ്ഞാൽ 200, 200, 200, 200. ദോൻഷേ 200. റുപ്പയെ നമുക്കറിയാം റുപ്പീസ്. ഏക് ഡജൻ എന്ന് പറഞ്ഞാൽ ഒരു ഡസൻ. യാ ദറാനെ, യാ എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഈ എന്നാണ് അർത്ഥം. ഈ റേറ്റിൽ
ഓക്കെ, ഈ നിരക്കിൽ മലയാളത്തിൽ നിരക്ക് എന്ന് പറയും, ഇംഗ്ലീഷിൽ റേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ നിരക്കിൽ അല്ലെങ്കിൽ ഈ റേറ്റിൽ എന്ന് പറയാൻ യാ ദറാനെ. ഇവിടെ അപ്പോൾ ദറാനെ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് റേറ്റ് എന്നത് സൂചിപ്പിക്കാൻ. അറ്റ് 200 എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ റേറ്റിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് മറാഠിയിൽ വരുമ്പോൾ യാ ദറാനെ, ഈ നിരക്കിൽ യാ ദറാനെ. ആംബേ, ആംബേ എന്ന് പറഞ്ഞാൽ മാങ്ങ, മാംഗോസ്. വികത്ത് ആഹേ, ആഹേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആണ് എന്ന വാക്കിനെയാണ് ആഹേ സൂചിപ്പിക്കുന്നത്. വികത്ത് ആഹേ എന്ന് പറഞ്ഞാൽ വിൽക്കുകയാണ്, മലയാളത്തിൽ വിൽക്കുക എന്ന് പറയില്ലേ, അത് തന്നെയാണ്. വികത്ത് ആഹേ വിൽക്കുകയാണ്. ഈസ് സെല്ലിങ്, അപ്പോൾ ഹീ ഈസ് സെല്ലിങ് മാംഗോസ് അറ്റ് ₹200 പെർ ഡസൻ എന്ന് പറയാൻ തോ 200 रुपये एक डजन, അവൻ ഒരു ഡസന് 200 രൂപ വെച്ച് യാ ദറാനെ, ഈ നിരക്കിൽ ആംബേ വിക്കത്താഹേ, മാങ്ങ വിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. ഇന്ന് നമ്മൾ അറ്റ് എന്ന വാക്കിൻ്റെ പലതരം യൂസേജുകളും അർത്ഥങ്ങളും വരുന്ന മറാഠി വാക്കുകളാണ് പഠിച്ചത്. ഇതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ ബൈ എന്ന ഒരു കുഞ്ഞു വാക്കിൻ്റെ പല യൂസേജും അതിൻ്റെ മറാഠി അർത്ഥങ്ങൾ വരുന്ന വാക്കുകളും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് നിങ്ങളെന്നെ അറിയിക്കുന്നതിന് വളരെ വളരെ നന്ദി. പിന്നെ നമ്മളൊരു ക്വിസ് ഉണ്ടായിരുന്നു, ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ഇടയിൽ. അതിൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിലിടണേ. ഓക്കെ, അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം. ഹാപ്പി ലിവിങ് ഗൈസ്.